നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാവം കഥയറിയാന്ന് തിളയ്ക്ക മണ്ടൻ. നീ എന്താ പറഞ്ഞത്? എനിക്കുള്ള എല്ലാ പവറും ഈ കമ്പനിയിൽ നിനക്കുണ്ടെന്ന് അല്ലേ? ഉണ്ടായിരുന്നു ഒരു 5 മിനിറ്റ് മുമ്പ് വരെ. മോനെ ആക്ഷൻ ഹീറോ പ്രിയ, കൈലാഷ് നിന്റെ തലയിൽ എടുത്തു വെച്ചെന്ന കിരീടം PKR സാറെടുത്തേ കുപ്പത്തൊട്ടിൽ വലിച്ചെറിഞ്ഞു. ഇപ്പൊ നീ ഈ കമ്പനിയിലെ ഒരു പുല്ലുമല്ല. നിനക്കേ മസില് മാത്രമുള്ളൂ, ബുദ്ധിയില്ല. ഈ ഗാർമെന്റ്സ് കമ്പനിയില് ഈ ബ്ലോക്കിലും ആ ബ്ലോക്കിലും എല്ലാ ബ്ലോക്കിലും ഞാനാണ് ഇൻചാർജ്. ഞാൻ മാത്രമാണ് ഇൻചാർജ്. എല്ലാ പവറും എനിക്കാ. ലേബേഴ്സിനെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് തീരുമാനിക്കാം. ജോലിയിൽ ഉഴപ്പുന്നവരെയൊക്കെ തല്ലാം. ജോലിക്കിടയിൽ പരദൂഷണം പറയുന്നവരെ ചെവിക്ക് പിടിക്കാം. വേണമെങ്കിൽ എനിക്ക് അവരെയൊക്കെ ഒറ്റക്കാലിൽ നിർത്താം. അനുസരിക്കാൻ മനസ്സില്ലെന്ന് പറയുന്നവരെ എനിക്ക് കഴുത്തിന് പിടിച്ച് ഗേറ്റിനുള്ളിൽ തള്ളാം. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിനക്കൊരു മണ്ണാങ്കട്ടം ചെയ്യാൻ കഴിയില്ലെന്ന്. എന്താ ഇവിടെ സംഭവിച്ചെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? ഇവിടെ ഒരുത്തിയെ മിണ്ടാപ്പൂച്ച പോലെ നിൽക്കുന്ന കണ്ടില്ലേ? ഇവളൊരാള് കാരണ നിനക്ക് ഈ ദുരവസ്ഥ ഉണ്ടായത്. ഇനിയും നീയെ ഇവിടെ തലയിലെടുത്ത് വെച്ച് നടന്നു. നാശത്തിന്റെ പടുകുഴിൽ വീണ് തൊലഞ്ഞു പോകുന്നത് വരെ നീ ഇവിടെ ചുവന്ന് നടന്നു. ആർക്കൊന്നും മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ കുറെ പേര് ഇവളുടെ നാട്ടിൽ ഉത്സവം കൂടാൻ പോയില്ലേ? കൈലാഷിനെയും കൊണ്ടുപോയില്ലേ? അത് കാരണം കമ്പനിയുടെ മാനം കപ്പൽ കയറി. ക്ലയന്റ് നഷ്ടപ്പെട്ടു. ആ ക്ലയന്റ് തന്ന ഓർഡറും നഷ്ടപ്പെട്ടു. കമ്പനിക്ക് വന്ന് ചേരേണ്ടിയിരുന്ന കാശും നഷ്ടപ്പെട്ടു. 5ഉം 10ഒന്നുമല്ല, കോടി. അട്ടയെ പിടിച്ച് മെത്തേക്ക് എടുത്തുകൊണ്ടാണ് കമ്പനിക്ക് ഈ അവസ്ഥ വന്നതെന്ന് PKR സാറിന് മനസ്സിലായി. ഇനി മുതൽ കമ്പനി കരുണാകരൻ ഒറ്റയ്ക്ക് നോക്കിയാൽ മതിയെന്ന് ഉത്തരവും വന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ലോ അല്ലേ? ഇനി മുതൽ ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കും ഈ കരുണാകരൻ സാറ്. എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാം. ഇനി ജോലി സമയത്ത് ആരും സംസാരിക്കാൻ പാടില്ല. ശ്വാസം കഴിക്കുന്ന ശബ്ദവും മിഷൻ ഓടുന്ന ശബ്ദവും അല്ലാതെ മറ്റൊരു ശബ്ദവും ഇവിടെ കേൾക്കാൻ പാടില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ കൊഞ്ചിക്കൊഴയാൻ പാടില്ല. എല്ലാവരും കാലത്ത് 5 മിനിറ്റ് മുമ്പ് കമ്പനിയിൽ എത്തിയിരിക്കണം. നിങ്ങൾ 5 പേരും ഇത്രയും ദിവസം ലീവ് എടുത്ത് ഉത്സവവും പൂരവും വേലയും മാറാട്ടം കണ്ട് അർമാദിച്ച് നടന്നല്ലേ? അത് കാരണം കമ്പനിക്കുണ്ടായ നഷ്ടം നികത്താൻ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7 മണി വരെ നിങ്ങളിവിടെ ജോലി ചെയ്യണം. മറ്റുള്ളവര് 6 മണി വരെ ജോലി ചെയ്യണം. സർ, ജോലി സമയം 5:30 വരെ. അതനുസരിച്ചാണ് ഞങ്ങളുടെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 7 മണി വരെ ജോലി ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കുഴഞ്ഞു പോകുന്ന അവസ്ഥ വരും സർ. കാര്യങ്ങൾ കുഴയുമെങ്കിൽ
നീ ജോലിക്ക് വരണ്ടടാ. നീ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരുന്നോ. ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിക്കണം. ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ. കാലത്ത് 5 മിനിറ്റ് നേരത്തെ വരിക, കൃത്യസമയത്ത് ജോലി തുടങ്ങുക. ലീവ് എടുത്ത് ഉത്സവത്തിന് പോയിട്ടില്ലാത്തവർ 6 മണി വരെയും, ഉത്സവത്തിന് പോയവർ 7 മണി വരെയും ജോലി ചെയ്യണം. ആണും പെണ്ണും പരസ്പരം മിണ്ടുകയോ കൊഞ്ചി കൊഴയുകയോ ചെയ്യാതിരിക്കുക. ഞാനീ പറയുന്നത് ഇവിടുത്തെ നിയമം, എല്ലാവരും പാലിക്കേണ്ട നിയമം. ഇത് നിയമമല്ല. ലീവ് എടുത്ത് പാറുവിന്റെ കൂടെ പോയതിന്റെ ശിക്ഷയാ. ഇങ്ങനെ ഒരു ശിക്ഷ തീരുമാനിക്കുമ്പോ സാറൊരു കാര്യം മറന്നു പോകരുത്. അർജന്റ് ഓർഡർ വരുമ്പോ രാത്രി 7 മണി വരെ അല്ല, വെളുപ്പിന് 5 മണി വരെ ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോ അതുകൂടി സാറ് പരിഗണിക്കണമായിരുന്നു. ഞങ്ങൾ 4 ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അത്രയും ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യാം. അല്ലാതെ രാത്രി 7 മണി വരെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞ ജോലിയും കഴിഞ്ഞ് ബസ് പിടിച്ച് വീട്ടിലെത്തുമ്പോ 8-9 മണിയാവും. എന്നിട്ട് വേണം ആഹാരം ഉണ്ടാക്കാനും തുണി കഴുകാനും ഒക്കെ. പറ്റില്ല സർ, ഞങ്ങൾ സ്ത്രീകൾക്ക് 7 മണി വരെ ജോലി ചെയ്യാൻ പറ്റില്ല. കൈലാഷ് സാർ വരുമ്പോ ഞങ്ങൾ പറഞ്ഞോളാം. കൈലാഷ് സാർ വരുമ്പോ നീ പറയുമല്ലേ? എന്നാ കേട്ടാ, കൈലാഷ് ഇനി പ്രൊഡക്ഷൻ നടക്കുന്നിടത്ത് വരില്ല, വരാൻ അനുവാദമില്ല. കൈലാഷ് ഇനി കൈലാഷിന്റെ ക്യാബിനിൽ ഇരുന്നോളണം. PK സാറിന്റെ ഓർഡർ അത്. കൈലാഷ് ഇങ്ങോട്ട് വരാത്തോണ്ട് കൈലാഷിന്റെ ക്യാബിനിൽ പോയി കാണാനാണ് മനസ്സിലിരിപ്പെങ്കിലേ അതും നടക്കില്ല. MD കാണാൻ ആഗ്രഹിക്കുന്നവര് ആ കാര്യം എന്നെ അറിയിക്കണം. മീറ്റിംഗിന്റെ പർപ്പസ് എന്നെ അറിയിച്ച് പെർമിഷൻ വാങ്ങണം. എന്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കൈലാഷിനെ കാണാൻ കഴിയില്ല. ആർക്കും. ഞാൻ പറഞ്ഞത് എല്ലാവരും വ്യക്തമായി കേട്ടല്ലോ. അനുസരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ തുടർന്നാ മതി. അംഗീകരിക്കാൻ മനസ്സിലാത്തവർക്ക് ഇതുവരെ ജോലി ചെയ്തുള്ള ശമ്പളവും വാങ്ങി ഇപ്പൊ തന്നെ ഈ കമ്പനി വിട്ട് പോവാം. സർ, ഒരു കമ്പനിയിലും 7 മണി വരെ ജോലി ചെയ്യിക്കാറില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജയന്തി ചേച്ചി പറഞ്ഞ പോലെ സ്ത്രീകൾക്കത് ബുദ്ധിമുട്ടാണ്. സാർ ഈ പറഞ്ഞത് ഇവിടുത്തെ നിയമം തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് അറിയണം. കൈലാഷ് സാർ വന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം.